ഹായ്, ഇന്ന് ഞാൻ നല്ലൊരു തോരനാണ് വെക്കുന്നത്. തോരൻ എന്ന് പറയുമ്പം ലോക്കി കൊണ്ടാണ് തോരൻ വെക്കുന്നത്. ലോക്കി എന്ന് പറഞ്ഞാൽ ചുരയ്ക്ക, ഹിന്ദിക്കാർ ലോക്കി എന്ന് പറയും. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് തോരൻ. എല്ലാവർക്കും അറിയാം തോരൻ വെക്കാനെങ്കിലും ഞാൻ തോരൻ വെച്ചപ്പോൾ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങളിതുപോലെ എൻ്റെ സ്റ്റൈലിലൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങളിതുപോലെ തന്നെ വെച്ച് നോക്കുക. നിങ്ങളിതുപോലാണ് തോരൻ വെക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാം. ഈ ചുരയ്ക്ക പല ടൈപ്പിലേക്ക് കിട്ടും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ടൈപ്പിലെയാണ്. ഇപ്പോൾ ഈ സമയത്ത് നല്ല വിലക്കുറവിൽ കിട്ടും. 10 രൂപയ്ക്കും 20 രൂപയ്ക്കും നല്ല വലുപ്പമുള്ള ലോക്കി കിട്ടും. അത് നല്ല ഫ്രഷായിട്ടുള്ള ലോക്കി കിട്ടും. ഞാനിതുപോലെ ഇതെല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇത് നമുക്ക് കൊത്തിയരിയണം. എൻ്റെ ഈ ചോപ്പറിലഞ്ഞുകൊണ്ട് ഞാനിവിടെ കൈ കൊണ്ടാണ് കൊത്തിയരിയുന്നത്. നിങ്ങൾക്ക് ചോപ്പർ ഉപയോഗിക്കാം. പക്ഷേ ചില ലോക്കിക്കകത്ത് നല്ല വെള്ളം കാണും. അത് നമുക്ക് അരിഞ്ഞു കഴിയുമ്പം അതൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി, കുഴപ്പമില്ല. എങ്ങനെ തോരൻ വെച്ചാലും അവസാനം എന്താണെങ്കിലും ഒരു ചെറിയ വെള്ളത്തിൻ്റെ നനവ് കാണും. അത് സാരമില്ലെങ്കിലും നല്ല ഗുണമുള്ളതാണ്. ഒരിക്കലും ലോക്കി കിട്ടിയാൽ അത് കളയല്ലേ. സാമ്പാറിനകത്തിടാനും അവിയലിനകത്തിടാനും ഒക്കെ നല്ലതാണ്. ഞങ്ങൾക്ക് ഇവിടെ കുമ്പളങ്ങ കിട്ടത്തില്ല. കുമ്പളങ്ങ എന്ന് പറയുന്നൊരു സാധനമേ കിട്ടത്തില്ല. അത് വർഷത്തിലൊരിക്കൽ ഇവിടെ ഏതോ പൂജയ്ക്ക് മാത്രം കുമ്പളങ്ങ കിട്ടും. അതും ഭയങ്കര വില. ഒരു കുമ്പളങ്ങയ്ക്ക് 200, 250, 300 രൂപയൊക്കെയാണ് ആ സമയത്ത് കിട്ടുന്നത്. അത് അധികമായിട്ടൊന്നും കിട്ടത്തില്ല. അതവരെന്തോ പൂജയ്ക്ക് വേണ്ടി, എനിക്ക് തോന്നുന്നു ബംഗാളികളാണെന്ന് തോന്നുന്നു, പൂജയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ കുമ്പളങ്ങയ്ക്ക് പകരം സാമ്പാറിനകത്ത് ഈ ചുരക്കയാണ് ഇടുന്നത്. എന്താണെങ്കിലും നല്ലതാണല്ലോ. അവിയലിനകത്ത് ഇടാൻ നല്ലതാണ്. നിങ്ങൾ ഇതുപോലൊക്കെ വെച്ച് കഴിക്കുക. ലോക്കി കിട്ടിയാൽ മാർക്കറ്റിൽ കണ്ടാൽ തീർച്ചയായിട്ടും വാങ്ങിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അരി കിട്ടും, അത് കുഴിച്ചിട്ട് അത് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അതിൻ്റെ ചെടി കുമ്പളങ്ങ പോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടാത്ത ഒന്നാണ് വെള്ളരിക്ക. അതും ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് പച്ചടിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ലോക്കി കൊണ്ട് തന്നെ നല്ല ഒന്നാണ് ലോക്കി. നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. സാമ്പാറിനകത്ത് ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. ഞാനിതിവിടെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകിയതിന് ശേഷം ഇനി ഇതൊന്ന് കൊത്തിയരിയാണ്. കൊത്തിയരിയുന്ന ഇച്ചിരി ടൈം എടുക്കും. കാരണം അത്രയ്ക്ക് സ്പീഡ് കിട്ടാത്തതുകൊണ്ട് ഇച്ചിരി ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ ചോപ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ചോപ്പ് ചെയ്യുമ്പം കുറച്ച് വെള്ളം ഉണ്ടാകുമെന്നുള്ളതേ ഉള്ളൂ. അത് സാരമില്ല. അത് ലാസ്റ്റിലെല്ലാം കൂടെ അരിഞ്ഞു കഴിയുമ്പം അത് പിഴിഞ്ഞെടുത്താൽ മതി. ആ പിഴിഞ്ഞെടുക്കുന്ന ആ ജ്യൂസ് ഒരിക്കലും കളയല്ലേ. അത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് അങ്ങനെ കുടിക്കാവുന്നതാണ്. കൈ നല്ലവണ്ണം കഴുകിയതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഞാനിതിവിടെ ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അധികം വെള്ളം വന്നിട്ടില്ല. ഞാൻ ഇവിടെ പിഴിഞ്ഞ് നോക്കി, വെള്ളം അധികം വന്നിട്ടില്ല. ഇനി ഞാനിതിന് വേണ്ടി മസാല എടുക്കുകയാണ്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ ഒന്ന് ചതയ്ക്കണം. പിന്നെ നമ്മൾ ലോക്കി, ഓമയ്ക്ക, കേബേജ് ഇതൊക്കെ തോരൻ വെക്കും. മഞ്ഞൾ അധികം ഇടത്തില്ലല്ലോ. ഞാനിവിടെ ഒരു ശകലം മഞ്ഞളേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓമയ്ക്കായ്ക്കകത്തും കാബേജിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തോരൻ വെക്കുമ്പം മഞ്ഞൾ വളരെ തീരെ കുറച്ച് മാത്രം ഇട്ട് തോരൻ വെക്കുക. ഞാൻ പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ചെറുതരിഞ്ഞ് സവാള ഉള്ളിയും പിന്നെ കുറച്ച് കരിയാപ്പിലയും പിന്നെ 2-3 വറ്റൽ മുളകുമൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചാണ് ഞാൻ ചേർത്തത്. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ലോക്കി ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചാൽ എനിക്ക് തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റും. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഞാൻ ഇവിടെ ലോക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നല്ലവണ്ണം ഇളക്കി ചതച്ച് വെച്ചിരിക്കുന്ന മസാല കൂടെ ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം വേണം മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാം.
പിന്നെ ചപ്പാത്തിയുടെ കൂടെ തന്നെ കഴിക്കാം. ഞാൻ വേറെ ലോക്കിയുടെ ഒരു സബ്ജി ചെയ്തിട്ടുണ്ട് ഹിന്ദിക്കാരുടെ രീതിയിൽ, അത് നിങ്ങൾ കാണുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സബ്ജിയാണത്. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഇവിടെ ചേർത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. കാരണം ലോക്കിക്ക് നല്ല വേവുണ്ട്. ഇനി തുറന്ന് വെച്ച് വേവിച്ചാലത് നല്ലവണ്ണം വേവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചെറുതായിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ക്യാബേജൊക്കെ തോരൻ വെക്കുമ്പോൾ അടച്ച് വെക്കേണ്ടതായിട്ട് ആവശ്യം വരത്തില്ല. അതങ്ങനെ വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ലോക്കി, ഓമയ്ക്ക ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കുമ്പോൾ ഓവർ കുക്കാകാൻ പാടില്ല. പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് അത് വേകുന്നവരെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ നമുക്ക് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഈ നോൺ സ്റ്റിക്കില്ലാതെ ആകുമ്പം അങ്ങനെ വെള്ളം പൂർണ്ണമായിട്ടും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ചീനച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാങ്ങി നമുക്ക് ഉപയോഗിക്കാം ചൂടോടുകൂടി. നിങ്ങൾ ഇതുപോലെ തന്നെ വീട്ടിൽ തയ്യാറാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക.